ഹായ്. അപ്പം അങ്ങനെ ഇന്നലത്തെ അർജൻറ്റീനയുടെ കളി എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. നല്ല സൂപ്പർ കളിയില്ലേ. കയ്യിൽ നിന്ന് പോയി തോറ്റു എന്ന് പ്രതീക്ഷിച്ച് നിന്ന് ഞാനൊക്കെ ഉറപ്പിച്ചു, ഇനിയിപ്പോൾ കളി കണ്ടിട്ട് കാര്യമില്ല. അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച് നിന്ന് ആ സമയത്ത് എണീറ്റ് പോയി ഇവിടെ നിന്ന്. അപ്പോഴാണ് 79-ാം മിനിറ്റ് 80 മിനിറ്റിക്ക് ചാടുമ്പോൾ നല്ല അടിപൊളി ഒരു ഗോള്. അത് അടിച്ചപ്പോൾ തിരിച്ചു വന്നിട്ടില്ല. അപ്പോഴും നമുക്ക് സമാധാനിക്കാറായിട്ടില്ല. ഒരു ഗോളല്ലേ ആയിട്ടുള്ളൂ. രണ്ടാമത്തെ ഗോളും മൂന്നാമത്തെ ഇഞ്ചുറി ടൈമിലുള്ള ആ ഗോളും കൂടെ ആയപ്പോഴേക്ക് പൂർത്തിയായി. പിന്നെ ആ 79 മിനിറ്റ് തൊട്ടിട്ട് 13 മിനിറ്റിൽ 3 ഗോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അതിഗംഭീര വിജയം തന്നെ പറയാം. നല്ല കളി. അപ്പോൾ നമുക്ക് എന്താ അറിയോ, ഒട്ടും പ്രതീക്ഷിക്കാതെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള ആ ഒരു നിലയിൽ തിരിച്ചെടുത്തൊരു കളി. അപ്പോൾ നമുക്ക് ഒത്തു കളിച്ചു. മറ്റുള്ള ആൾക്കാർ പലതും പറയുന്നുണ്ട്, പക്ഷെ എന്നാലും എന്തോ നല്ല അടിപൊളിയായിട്ട് അർജൻറ്റീന ജയിച്ചിരിക്കുന്നു, ക്വാർട്ടർ ഫൈനലിൽ എത്തിയിരിക്കുന്നു അല്ലേ. അതുപോലെ നമുക്കൊരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴൊരു സങ്കട വാർത്തകളും ഉണ്ട് അതിൻ്റെ ഇടയിൽ. വയനാട് നല്ല മഴയാണ്, ഇവിടെയൊക്കെ നല്ല മഴ കേട്ടോ. ഇവിടെ നല്ല എല്ലായിടത്തും നല്ല മഴ തന്നെയാണ് അല്ലേ. പെരും മഴ നിൽക്കാത്ത, മണ്ണിടിച്ചിലും ദുരന്തമൊക്കെ അല്ലേ, മരണങ്ങൾ സംഭവിക്കുന്നു. അപ്പം എന്താ പറയുക, അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് സങ്കടകരമായ അവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്താ എല്ലാവർക്കും ഒക്കെ താങ്ങാനുള്ള ശക്തി കൊടുക്കണേന്നല്ലാതെ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. പ്രാർത്ഥിക്കാം അല്ലേ. വയനാട് വലിയൊരു ദുരന്തം നേരിട്ടതിന് ശേഷമാണ് ഇപ്പോൾ അടുത്തതും വന്നിരിക്കുന്നതാണ്. മഴക്കാലമായി കഴിയുമ്പോൾ ആ ഒരു ഭാഗത്തിനെ കുറിച്ചിട്ട് എല്ലാവർക്കും വളരെയേറെ ടെൻഷനാണ്. എന്താ പറയുക, ആ ഒരു ഉരുൾപൊട്ടൽ തന്നെ എത്രയേറെ ജീവനുകൾ പൊലിഞ്ഞിപ്പോൾ പഴയ രീതിക്ക് ആയി എന്നൊന്നും പറയാൻ പറ്റില്ല. അത്രയും റിസ്ക്കായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് ഓരോരോ മഴ അത്രയും മൂർച്ഛിക്കുന്ന സമയത്ത് പേടിയാണ് അവിടെയുള്ള ജനങ്ങൾക്ക്. എന്തായിരിക്കും സംഭവിക്കുകയാണ്. കുറേയേറെ മരണങ്ങളും വീട്ടുകാർക്കൊക്കെ എത്രയേറെ വിഷമകരമായ അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ളത്. എന്താ പറയുക, എല്ലാതും സഹിക്കാനുള്ളൊരു ശക്തി കൊടുക്കട്ടെ. അല്ലാതെ എന്താ, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രകൃതിയുടെ ഓരോരോ നിയമങ്ങളല്ലേ അല്ലേ. മഴ, കാറ്റ്, അതൊക്കെ നമുക്കൊന്നും തടഞ്ഞു നിർത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ എല്ലാം വളരെയേറെ വിഷമകരമായൊരവസ്ഥയാണ് അത്. ഇനി മഴ കൂടുമോ, അപ്പോൾ ഇനി എന്തായിരിക്കും അവസ്ഥ മുന്നോട്ടുള്ളതെന്നൊന്നും അറിയില്ല. എന്തായാലും കൂടുതൽ സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് അതിനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി അല്ലേ. നമുക്കൊന്നും ഇവിടെ നിന്നൊരു കുഴപ്പമില്ല. ഓരോരോ സ്ഥലങ്ങളിൽ ആലോചിക്കുമ്പോഴേ നമ്മൾ എത്രയോ വിഷമഘട്ടത്തിലൂടെയാണ് അവരൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. മഴയായിക്കഴിഞ്ഞാൽ അവർക്ക് സ്വസ്ഥത അല്ല. രാത്രിയായാലും പകലായാലും എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള അവസ്ഥയാണ്. എന്തായിരിക്കും ഏത് നിമിഷവും സംഭവിക്കുക എന്നുള്ളൊരു അവസ്ഥയിൽ കൂടെ കടന്നു പോണത്. ഭയങ്കര സങ്കടകരമായൊരവസ്ഥയാണത്. എന്തായാലും എല്ലാം സഹിക്കാനുള്ളൊരു ശക്തി